ഹായ് ഫ്രണ്ട്സ്, ഒരു കുക്കറിൻ്റെ ഉപയോഗം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ഉപയോഗിക്കാണ്ട് മാറ്റി വെച്ചിട്ടുള്ള കേടായിട്ടുള്ള ഒരു കുക്കർ ഉണ്ടെങ്കിൽ എത്ര കഠിനമായ ജോലിയും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടിപ്സുകളും ട്രിക്കുകളും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഞാൻ ഉപയോഗിക്കാണ്ട് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ളൊരു കുക്കറാണ്. അപ്പോൾ ഈ ഒരു കുക്കർ വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ എല്ലാ ടിപ്സും ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കാം. ഇത് ഞാൻ ഒന്ന് നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഓയിലിലേക്ക് നമുക്കിത് പഴംപൊരി സിമ്പിളായിട്ട് കുറച്ച് എണ്ണയിൽ തന്നെ നമുക്ക് പഴംപൊരി പൊരിച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മൾ കടായിലൊക്കെ എണ്ണ ചൂടാക്കിയിട്ട് പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അത്രയധികം എണ്ണ ചിലവാണ്. അപ്പോൾ അതൊരു കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഈ സ്നാക്സൊക്കെ നമുക്ക് പൊരിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് ഇനി പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ കുക്കറിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ദേഹത്തേക്ക് ഒട്ടും തന്നെ എണ്ണ തെറിക്കാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനും കൂടി പറ്റും. ഞാൻ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന രാവിലെ ആയിരിക്കും നമുക്ക് തലേ ദിവസം പയറോ കടലയോ ഒന്നും വെള്ളത്തിലിട്ടുണ്ടാവില്ല എന്ന് ഓർമ്മ വരിക. അപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ കുതിർത്തിയെടുക്കാൻ പറ്റും കേട്ടോ, പയറും കടലയൊക്കെ. അപ്പോൾ ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് നമുക്ക് കടലയോ പയറോ എന്താണ് നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് കുതിർത്തേണ്ടത് അത് ഇട്ട് കൊടുക്കുക ആദ്യം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നല്ലതുപോലെ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് കുതിർന്ന് വരുന്ന സമയത്ത് അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ കുക്കറിൻ്റെ മൂടി അതിൻ്റെ വാഷർ ഇടുന്നുണ്ട്. അതേപോലെ തന്നെ വിസിലും വെച്ചതിന് ശേഷം ഒന്ന് അടച്ചു കൊടുക്കുക. കുക്കറിൻ്റെ വാഷർ വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ വിസിലും വെച്ചത് കാരണം നല്ല ടൈറ്റായിട്ട് നിൽക്കുമ്പോൾ അതിനകത്തുള്ള നമ്മൾ വെള്ളത്തിലിട്ട് നല്ലതുപോലെ കുതിർന്ന് കിട്ടും കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂറിന് എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും നല്ലതുപോലെ കുതിർന്നിട്ടുണ്ടാകും. നമുക്കിങ്ങനെ കുക്ക് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സും കൂടിയാണ് കേട്ടോ ഇത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനായിട്ട് മറന്നു പോകരുതേ. കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കർ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. പ്രധാനമായിട്ടും അതിൻ്റെ പുറം ഭാഗം നല്ലതുപോലെ ക്ലീൻ ചെയ്തിരിക്കണം. പിന്നെ നമ്മൾ സ്റ്റൗവിലൊക്കെ വെക്കുന്ന ഈ ഒരു ഭാഗമല്ലേ, ഇത് നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം. ഒട്ടും തന്നെ അഴുക്കോ അതേപോലെ തന്നെ എണ്ണമെഴുക്കോ ഒന്നും ഉണ്ടാവരുത്, കരിയോ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. നിങ്ങൾ ദിവസവും കുക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന കുക്കർ എടുത്താലും ഇതേപോലെ ക്ലീൻ ആയിരിക്കണം എന്ന് മാത്രം കേട്ടോ. അത് എടുത്തു വെച്ചിട്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ നല്ലതുപോലെ കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കുക്കർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാനായിട്ട് പോകുന്നത് വെച്ചാൽ, നമ്മൾ ചില സമയത്ത് കറണ്ട് ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അയൺ ബോക്സിൻ്റെ കംപ്ലൈൻറ്റ് കാരണമൊക്കെ നമുക്ക് ഡ്രസ്സ് അയൺ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്സാണ് കേട്ടോ അത്. അതിനായിട്ട് കുക്കറിൽ ഒട്ടും തന്നെ എണ്ണമയോ വെള്ളമൊന്നും ഇല്ലാതെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടിയുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ബൗളോളം പൊടിയുപ്പ് ചേർത്തിട്ടുണ്ട്. കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി കുറച്ച് ചേർത്തിയാലും കുഴപ്പമില്ല. കുറച്ച് താഴ്ഭാഗത്ത് പരന്ന് നിൽക്കുന്ന രീതിയിൽ ഞാൻ പൊടിയുപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കുക്കറിൻ്റെ മൂടിയിലുള്ള വാഷറും അതേപോലെ തന്നെ വിസിലൊന്നും എടുത്ത് മാറ്റാണ്ട് തന്നെ ഈ ചൂടായിട്ടുള്ള കുക്കറിനെ നമുക്കിതുപോലെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം. എന്നിട്ട് നിങ്ങൾ ക്ലോത്തിൽ എങ്ങനെയാണോ അയൺ ബോക്സ് വെച്ചിട്ട് അയൺ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ ഇത് വെച്ചിട്ട് നമ്മൾ മൂവ് വയ്ക്കുന്ന സമയത്ത് ക്ലോത്തിലുള്ള എല്ലാ ചുളിവുകളും നീങ്ങി കിട്ടും. നമ്മൾ അയൺ ബോക്സ് വെച്ചിട്ട് എങ്ങനെയാണ് തുണി അയൺ ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എമർജൻസി ഘട്ടങ്ങളിലെല്ലാം ഇതൊന്ന് പ്രയോഗിച്ച് നോക്കാം. ഈ ഒരു കുക്കർ വെച്ചുള്ള ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ടിപ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്ത ടിപ്സ് ഒന്ന് നോക്കാം. ഞാൻ കുക്കറിലേക്ക് കുറച്ച് ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഒഴിച്ചിട്ടുണ്ട്, പിന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ നല്ല തുണികൾക്കൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കംഫർട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കിച്ചണിലെല്ലാം ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ടവലുകൾ ഉണ്ടാവുമല്ലോ, അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യാനുസരണം ലിക്വിഡ് ഒഴിക്കുന്നതൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മളിതെല്ലാം മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം കേട്ടോ. അത് മറന്നു പോകരുത്. ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ടത് ചെയ്യരുത്. ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് അടച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നിങ്ങൾ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ തുണികളെല്ലാം അതേപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വിസിൽ വരുന്ന കുക്കറാണെങ്കിൽ ശരി, ഇനി വിസിൽ വരാത്ത കുക്കറാണെങ്കിലും ധൈര്യമായിട്ട് ഇത് ചെയ്യാവുന്നതാണ്. നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് കാരണം ഒട്ടും തന്നെ അത് അടിയിൽ പിടിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. ചെറു ചൂടോടെ തന്നെ നിങ്ങൾക്ക് കഴുകാൻ പറ്റുന്നുണ്ടെങ്കിൽ, തുണികളൊക്കെ കൈ വെച്ചിട്ട് കഴുകാൻ പറ്റുന്നുണ്ടെങ്കിൽ കഴുകിയെടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ആറിയതിന് ശേഷം
നന്നായിട്ട് വെള്ളത്തിലൊന്ന് കൈ വെച്ചിട്ടൊന്ന് തിരുമ്പി കളയുന്ന സമയത്ത് തന്നെ മുഴുവൻ അഴുക്കും പോയി നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾ കല്ലിലിട്ട് തല്ലി തിരുമ്പിയിട്ടോ അല്ലെങ്കിൽ ഉരച്ച് തിരുമ്പിയിട്ടോ ഒന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കയ്യിൽ തന്നെ ഇത് സിമ്പിളായിട്ട് കഴുകിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വെറും 5 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ട് കേട്ടോ, നമ്മൾ കംഫർട്ടെല്ലാം ചേർത്ത് കാരണം. കോട്ടൻ്റെ ഏതൊരു തുണിയും ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ, പോളിസ്റ്ററിൻ്റെ ഒന്നും ചെയ്യരുതെന്ന് മാത്രം. ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം. നമ്മൾ എല്ലാവർക്കും അറിയാം എയർ ഫ്രയറിൻ്റെ ഒരു ഉപയോഗം. ഏറ്റവും കുറഞ്ഞ അളവിൽ ഓയിൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫുഡെല്ലാം കുക്ക് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും നമുക്ക് എയർ ഫ്രയറിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു എയർ ഫ്രയർ നമുക്ക് കുക്കർ ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് എയർ ഫ്രയർ എല്ലാവർക്കും വാങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതുപോലെ ഒരു കുക്കർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഒട്ടും തന്നെ ഓയിൽ ഉപയോഗിക്കാണ്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് ഒരു ഷീറ്റ് അലുമിനിയം ഫോയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2-3 അലുമിനിയം ഫോയിലിൻ്റെ ഷീറ്റ് മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾ സാധാരണ എടുത്ത് വെച്ചിട്ടുള്ള ഉപയോഗമില്ലയെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു കുക്കറാണ് വേണ്ടത്. നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണ് ചിക്കൻ ഫ്രൈയും അതേപോലെ തന്നെ ഫിഷ് ഫ്രൈ എല്ലാം. അതിൽ ഓയിലുള്ളത് കാരണം നമുക്ക് അത് അത്രയും ഹെൽത്തിയും അല്ല. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നന്നായിട്ട് മസാല പുരട്ടിയിട്ടുള്ള മീനാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുന്നത്. അതിൽ കുറച്ച് ഓയിൽ, ഈ മസാലയിൽ കുറച്ച് ഓയിൽ നമ്മൾ ചേർത്തിട്ടുണ്ട്. പക്ഷേ 1-2 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് മീൻ ഇതേപോലെ വെച്ചതിന് ശേഷം ഈ അലുമിനിയം ഫോയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് പൊതിഞ്ഞെടുത്താലും മതി കേട്ടോ. നമ്മൾ പൊതിച്ചോറെല്ലാം പൊതിയില്ലേ, അതെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊതിഞ്ഞെടുക്കാം. അതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ഇതുപോലെ പൊതിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഇനി അടുത്തത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മസാല പുരട്ടി വെച്ചുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ അലുമിനിയം ഫോയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ മസാല പുരട്ടുന്ന സമയത്ത് ഒട്ടും തന്നെ ഓയിൽ ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ പക്ഷേ മീനിൽ വറക്കുന്ന സമയത്ത് 2 ടീസ്പൂണോളം നമ്മൾ ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനിൽ ചേർത്താത്ത കാരണം ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു അല്പം ചെറിയത് അത്രയേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. ഇത്രയും ഒഴിച്ചതിന് ശേഷം ക്ലോസ് ചെയ്യണം. നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. അങ്ങനെ പൊതിഞ്ഞെടുത്തുള്ള ചിക്കനും മീനും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കുക്കറിൽ അലുമിനിയം ഫോയിൽ വെച്ച് ഇതേപോലെ വെച്ചിട്ടില്ലേ, എന്നിട്ട് ഇത് രണ്ടും ഒരേ സമയമാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഒരേ സമയം കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ചിക്കനും വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ മീനും വെച്ചിട്ടുണ്ട്. ഒരേ സമയമാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് സമയവും ലാഭമാണ്, നമുക്ക് ഇന്ധനവും ലാഭിക്കാം. എന്നിട്ട് ഇത് ഇതേപോലെ ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കർ ചെറിയ തീയിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അടച്ച് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഈ നമ്മൾ പൊതിഞ്ഞ് വെച്ചിട്ടുള്ളതല്ലേ, ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഭാഗം കൂടി നല്ലതുപോലെ കുക്കായി കിട്ടും. ഇടയ്ക്ക് വന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നതുകൊണ്ട് ഒരു തെറ്റില്ല. നമുക്ക് ഒട്ടും തന്നെ പ്രഷർ നിൽക്കില്ലല്ലോ, നമ്മൾ ചെറിയ തീയിലിട്ടത് കാരണം. അതുകൂടാതെ തന്നെ നമ്മൾ കേടായിട്ട് ഉപേക്ഷിച്ചിട്ടുള്ളൊരു കുക്കറും കൂടിയാണ്. അത്രയധികം വിസിൽ വരാത്തൊരു കുക്കറാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക, എന്നിട്ടൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക. നമ്മൾ പിന്നെ ഇതിലധികം ഓയിലൊന്നും ഉപയോഗിക്കാത്ത കാരണം ഇത് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നോക്കി നോക്കുക, കുക്കറിനകത്തേക്ക് നമ്മൾ വെച്ചിട്ടുള്ള ഈ ഒരു ഫോയിൽ പേപ്പറിൽ ഒരു അല്പം മസാല പെട്ടത് കാരണം മാത്രമാണ് ഇതുപോലൊരു കളർ വന്നുള്ളത്. പക്ഷേ ഒട്ടും തന്നെ കുക്കറിലില്ല കേട്ടോ. നമ്മൾ ചിക്കനിലാണെങ്കിലും ശരി, മീനിലാണെങ്കിലും ശരി, ഒരല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ ഒരു എണ്ണ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ കുക്കറിനകത്തുള്ളത്. നമ്മുടെ ഫുഡിൽ ഒട്ടും തന്നെ ഓയിൽ ഉണ്ടാവില്ല. ഇനി ഈ കുക്കർ കഴുകിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നല്ലൊരു തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ക്ലീനായി കിട്ടുകയും ചെയ്യും കേട്ടോ. എയർ ഫ്രയറിൽ നമ്മൾ എങ്ങനെയാണോ ചിക്കനും ആണെങ്കിലും ശരി, മീനാണെങ്കിലും ഫ്രൈ ചെയ്തെടുക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ കുക്കർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ ഓയിലില്ലാണ്ട് നമുക്ക് അതേ ടേസ്റ്റോട് കൂടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിക്കനാണെങ്കിലും ശരി, മീനാണെങ്കിലും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വെന്തിട്ടുണ്ട്, അതേപോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓയിലിൽ എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നു അതേ രീതിയിൽ തന്നെ, ഒരു ടേസ്റ്റിനൊന്നും ഒട്ടും വ്യത്യാസമില്ലാണ്ട് തന്നെ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എയർ ഫ്രയർ ഇല്ലെങ്കിലും അതേ രീതിയിൽ കുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ. ഇനി എയർ ഫ്രയർ ഇല്ലാന്ന് വെച്ചിട്ട് വിഷമിക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ കുക്കറിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി അപ്പോൾ നമുക്ക് അടുത്ത ടിപ്സ് ഒന്ന് നോക്കാം.
ഇനിയൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളൊരു സംഭവമാണ് ഗ്രിൽ ചിക്കൻ കഴിക്കുക അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തുള്ള ഫുഡ് ഐറ്റംസൊക്കെ കഴിക്കുക എന്നുള്ളത്. എന്നാൽ നമ്മൾ മിക്കവാറും കടകളുടെ ആശ്രയിക്കാറാണ്, അല്ലെങ്കിൽ ഗ്രില്ല് വാങ്ങിക്കും, അല്ലെങ്കിൽ ബാർബിക്യൂ സ്റ്റൗവെല്ലാം വാങ്ങിക്കുമല്ലോ അല്ലേ. ഒരു പഴയ കുക്കർ മാത്രം മതി കേട്ടോ, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ബാർബിക്യൂ ചെയ്യാനായിട്ട് പറ്റും. ഗ്രില്ലിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഞാൻ കുറച്ച് കനലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കുക്കറിലേക്ക് ഈ കനലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിൻ്റെ താഴ്ഭാഗത്ത് നന്നായിട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിൽ കനലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ചൂടും കിട്ടും. പെട്ടെന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ വെക്കുന്ന സാധനങ്ങൾ കുക്ക് ചെയ്ത് കിട്ടുകയും ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഈ കനലിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് വീശി കൊടുക്കുന്ന സമയത്ത് നല്ലതുപോലെ എല്ലാ ഭാഗത്തേക്കും ചൂട് വരികയും ചെയ്യും. എന്നിട്ട് നിങ്ങൾ എന്താണ് കുക്ക് ചെയ്യാൻ എടുക്കുന്നത്, മസാല എല്ലാം പുരട്ടി കമ്പിയിൽ കോർത്തെടുത്തതിന് ശേഷം നമ്മൾ വെക്കുന്ന കുക്കറിൻ്റെ മുകളിൽ ഇത് വെക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് താഴത്തേക്ക് വീഴാത്ത രീതിയിലുള്ള നീളത്തിലുള്ള കമ്പി എടുക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. നമുക്ക് ഓവനോ അല്ലെങ്കിൽ ബാർബിക്യൂ സ്റ്റവോ ഒന്നും ഇല്ലാണ്ട് തന്നെ സിമ്പിളായിട്ട് ഈ കുക്കറിൽ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ചൂട് കമ്മിയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വീശി കൊടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ചൂട് കയറുന്നതാണ്. പെട്ടെന്ന് തന്നെ ചൂട് വരും കേട്ടോ. കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഓയിൽ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഇത് ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കും കൂടി ചെയ്യുമ്പോൾ രണ്ട് ഭാഗം ഒരേപോലെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടി വരും. ഈ ഇതിൻ്റെ പുകയും കൂടി തട്ടുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് ഓവനോ അല്ലെങ്കിൽ ബാർബിക്യൂ സ്റ്റവോ ഒന്നും ഇല്ലാതെ തന്നെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാം ഇതേപോലെ കുക്കറിൽ കേട്ടോ. കുട്ടികളൊക്കെ ചെയ്യരുത്, സേഫായിട്ട് തന്നെ നമ്മൾ കനലൊക്കെ വെച്ച് ചെയ്യുന്നതല്ലേ. അപ്പോൾ കുട്ടികൾ ആരും ഇത് അനുകരിക്കരുത്, നമുക്ക് സേഫായിട്ട് മുതിർന്നവർ തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ ഇത് സിമ്പിളായിട്ട് കറക്റ്റ് അതേ ടേസ്റ്റോടുകൂടി തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ അത് നന്നായിട്ട് കുക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വെറും 10 മിനിറ്റ്സിൽ കൂടുതൽ സമയം എടുത്തിട്ടില്ല. അത്രയും സമയം കുറവോട് കൂടിയിട്ട് തന്നെയാണ് നമ്മളിത് ബാർബിക്യൂ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.